ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ മുന്നോക്ക സമുദായത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജി സുകുമാരൻ നായർ ഒരു വശത്ത് രംഗത്തിറങ്ങിയിരിക്കുകയാണ്. മറുവശത്ത് നിലയ്ക്കൽ പമ്പ റൂട്ടിൽ VHPയുടെ സൗജന്യ യാത്ര വേണ്ട, അവകാശം KSRTCക്ക് എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ എത്തിയിരിക്കുന്ന സർക്കാരിനെ VHP പൂട്ടുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ്. ന്യൂനപക്ഷങ്ങളെ ചേർത്ത് നിർത്താൻ രാഷ്ട്രീയ പാർട്ടികൾ മുന്നോക്ക സമുദായത്തെ അവഗണിക്കുകയാണെന്ന് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. നായർ സമുദായത്തിന് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു ഗുണവുമില്ലെന്നും ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കാൻ സംസ്ഥാന സർക്കാർ ശ്രമിക്കുകയാണെന്നും സുകുമാരൻ നായർ പറഞ്ഞു. വോട്ട് ബാങ്ക് ലക്ഷ്യമാക്കി ന്യൂനപക്ഷങ്ങൾക്ക് ആനുകൂല്യങ്ങൾ നൽകാൻ രാഷ്ട്രീയ പാർട്ടികൾ മത്സരിക്കുകയാണ്. സമുദായത്തിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ ഇടപെടാൻ ആരെയും അനുവദിക്കില്ല. നായർ സമുദായത്തെ വർഗീയമായി ചിത്രീകരിക്കാൻ ചിലർ ശ്രമിക്കുകയാണ്. എല്ലാവരെയും സ്നേഹിക്കാനാണ് നായർ സമുദായം പഠിച്ചിട്ടുള്ളത്. ആദ്യത്തെ സംഘടനാ പ്രവർത്തനത്തിന് വിത്തുപാകിയ മണ്ണാണ് ഇവിടം. ജാതിമത വ്യത്യാസമില്ലാതെ അവതാര പുരുഷനായാണ് മന്നത്ത് പത്മനാഭൻ ആദ്യ കാലഘട്ടങ്ങളിൽ പ്രവർത്തിച്ചത്. തന്നെ ദൈവമായി കാണരുത് എന്ന് പറഞ്ഞത് മന്നത്ത് പത്മനാഭനാണ്. കാലഘട്ടം അദ്ദേഹത്തെ ദൈവമാക്കി മാറ്റിയെന്നും സുകുമാരൻ നായർ പറഞ്ഞു. ശബരിമല തീർത്ഥാടകർക്കായി നിലയ്ക്കൽ മുതൽ പമ്പ വരെ സൗജന്യ വാഹന സൗകര്യമൊരുക്കാൻ അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ ഹർജിയിൽ മറുപടി നൽകി സംസ്ഥാന സർക്കാർ. ഹർജി തള്ളണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം. നിലയ്ക്കൽ മുതൽ പമ്പ വരെയുള്ള റൂട്ടിൽ ബസ് സർവീസ് നടത്താനുള്ള അവകാശം KSRTCക്കാണെന്നാണ് സർക്കാരിന്റെ വാദം. ഈ വർഷം ജനുവരിയിലാണ് വിശ്വ ഹിന്ദു പരിഷത്ത് നൽകിയ ഹർജി സുപ്രീം കോടതി പരിഗണിച്ചത്. ഇതിനു പിന്നാലെ എതിർകക്ഷികളായ കേരള സർക്കാരിനും KSRTCക്കും കോടതി നോട്ടീസ് അയച്ചു. വിഷയം വീണ്ടും പരിഗണിക്കാനിരിക്കെയാണ് സർക്കാർ നിലപാട് വ്യക്തമാക്കി സത്യവാങ്മൂലം നൽകിയത്. KSRTCക്ക് അവകാശപ്പെട്ട റൂട്ടാണിത്. 97 ഡിപ്പോകളിൽ നിന്നായി സീസൺ സമയത്ത് നിരവധി ബസ്സുകൾ ഇവിടേക്ക് എത്തിച്ച് പൂർണ്ണ സൗകര്യം തീർത്ഥാടകർക്ക് ഒരുക്കുന്നുണ്ട്. മാത്രമല്ല, ബേസ് ക്യാമ്പിൽ നിന്ന് മറ്റ് വാഹനങ്ങൾ കടത്തിവിടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഈ മേഖലയിൽ ട്രാഫിക് ജാം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണെന്നും സർക്കാർ വ്യക്തമാക്കി. 20 ബസ്സുകൾ വാടകയ്ക്കെടുത്ത ഭക്തർക്ക് സൗജന്യ യാത്ര നടത്താൻ അനുവദിക്കണമെന്നാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജി. ഇത്തരത്തിലൊരു സർവീസ് അനുവദിക്കുന്നതിനുള്ള സ്കീം സംസ്ഥാനത്തെങ്ങുമില്ല. ഇങ്ങനെ അനുവദിച്ചാൽ അത് നിലവിലുള്ള പെർമിറ്റ് ചട്ടങ്ങളുടെ ലംഘനമാകും. ഈ സാഹചര്യത്തിൽ ഹർജി പൂർണ്ണമായും തള്ളണമെന്നാണ് സർക്കാരിന്റെ വാദം. റൂട്ടിൽ ബസ്സുകളുടെ എണ്ണം കുറവാണെന്നും ഭക്തർ തിക്കി തിരക്കിയാണ് ഓരോ ബസ്സിലും കയറുന്നതെന്നും വിശ്വ ഹിന്ദു പരിഷത്തിന്റെ ഹർജിയിൽ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇതെല്ലാം തെറ്റാണെന്നാണ് സർക്കാർ നൽകിയ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത്.